പോയി നോക്കാം. മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ. കയറി വന്നോളൂ. നമസ്കാരം. താൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. അല്ല, സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എടോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18ആയി. അതിനുശേഷം പലരും പുറത്തായി. അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിട്ടുമുണ്ട്. പോരെ അതീന്ദ്രിയത്തിൻ്റെ കുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനൊക്കെ അല്ലേ സാർ. സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാൻ മാത്രമുള്ള ഇഷ്യൂ? ആശയപരം അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈപോക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. അതിനുവേണ്ടി കൈപോക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈപോക്കിയാ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്നൊരു കോമ്പൻസേഷൻ ഉണ്ട്. വായനശാലയ്ക്കോ സമ്മേളന പന്തലിനൊക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തമൊന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതി. അത് കലക്കി. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകൻ റെഡി. ആ, അത് കലക്കും. കഴിക്കൂ. ഇല്ല, ഇതുവരെ ഇല്ല. എന്നാ പിന്നെ ഇനിയാവാം. ഞാനും ഈ പുറത്താക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അത് ഈ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോൾ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനായി. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ലാതെ ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രമേ. വേണ്ടി വന്ന എഴുത്തച്ഛനാക്കുന്നായിരുന്നു അവരുടെ വാശി. ആ, ഈ ബൂർഷ്വാ സെറ്റപ്പ് ഒന്നും എൻ്റെ വകയല്ല, ഇവളുടെ സമ്പാദ്യമാണ്. പ്രായം കൂടി കൂടി വരിക. വിവാഹ വിരോധി. പുരുഷ വിരോധിയല്ല. ഭാഗ്യം. തനിക്കറിയാവോ, പുറത്താക്കിയപ്പോൾ എന്നെ വിളിച്ചത് NSPയിലേക്ക്. പക്ഷേ സ്വന്തം തന്തയെക്കുറിച്ച് അഭിമാനമുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എത്ര നൈസായിട്ടാ സാറിൻ്റെ തന്തയ്ക്ക് വിളിച്ചത്. സാർ, ഇത് കുറേയേറെ വഷളാന്ന് അറിയാൻ പാടില്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് നോർമൽ ആവണവരെ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരിടം വേണം. അതാണ് NSP. ആ, ഹലോ. ആ, റെഡിയാണ്. 1-2 ചെറിയ കറക്ഷൻസ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ തന്നെ മെയിൽ ചെയ്യാം. വിട്ട മിനിറ്റ്. നാളേക്കുള്ള കോളമാണ്. ആയിക്കരയും രാമനുണിയൊക്കെയാണ് വിഷയം. കൊല്ലു. രാമനുണിയുടെ റിക്വസ്റ്റ് ഏറ്റിട്ടുണ്ട്. അതാണ് ഈ കറക്ഷൻസ്. ഓ, ഭാഗ്യം.
ചോദിച്ചില്ല. പേരല്ലേ? ഹെലന. ആ, എന്ത് ചെയ്യണു? ആർക്കിടെക്ട്. പക്ഷേ കെട്ടിടം കെട്ടലല്ല. പിന്നെ അത് കണ്ടോ, ചാനൽ റിയാലിറ്റി ഷോകൾക്കുള്ള ഫ്ലോ ഡിസൈനിങ്, ഹാർട്ട് ഡയറക്ഷൻ. എൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അധികം നിലനിൽപ്പുണ്ടായില്ല. നൈസ്. താങ്ക് യു. സോറി, വെള്ളം വിചാരിച്ച്. രുചിച്ചു പോയില്ലേ? അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. വേണ്ട വേണ്ട, വെളിവും ബോധമൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട സമയാ. അതുകൊണ്ട് പല ചാനലുകളിലായി ആർട്ട് ഡയറക്ടർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ഡയറക്ടർ, അവസാനം ഒരു ഹിന്ദി സിനിമ ആസ് എൻ ആർട്ട് ഡയറക്ടർ. അതോടെ സിനിമയും നിർത്തി. ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാനുള്ള ഓട്ടത്തിൽ. ഓ, യെസ്, എ ഡിഫറെന്റ് അപ്രോച്ച്. ഒരു സംഭവമാണ്. അല്ല, പരസ്പരം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് പ്രൊസീഡ് ചെയ്താലോ? ആ, തുടങ്ങി. ഒരച്ഛന്റെ രോദനമല്ലേ? ആന്നേ. ഹലോ, ഇത് എവിടേക്കാ മുങ്ങിയത്? വരുന്നില്ലേ? ആ, വേഗം വാ. തൻ്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഉദയഭാനു സാറും അമ്പാടി മോഹനും സഹാക്കളും ഒക്കെ ഉണ്ട്. ആ, ശരി. അയ്യോ, നമ്മുടെ രാമനുള്ളിയല്ലേ ഇത്? അയ്യോ, ദാ വെള്ളം അടിച്ച്. അയ്യോ, ദാണ്ട് സിഗരറ്റും വലിക്കുന്നു. സാറേ, നിൽക്കണോ പോണോ? എവിടെയെങ്കിലും പോടോ, എന്നിട്ട് രാവിലെ വരണം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടിയെടുക്കാൻ? ആക്കിയതാ? അതെ അതെ. ആഹാ, എല്ലാം ശരിയാക്കി തരാം. ഹലോ രാജേന്ദ്ര സഖാവേ, രാമനുണ്ണി വെള്ളം അടിച്ച് ലിക്ക് ഇട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. CDP, NSP. അവിടെ കിടക്കട്ടെ. ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യാൻ. ഞാനെന്റെ സെൽഫി എടുക്കേ. തനിക്കെന്താ? സെൽഫി വേണമെങ്കിൽ ഓക്കെ. ഇവിടെ മനുഷ്യന് സെൽഫി എടുക്കാനും പറ്റില്ലേ? താൻ ആടിയടി പൊക്കടൂ. അങ്ങനെ അമ്മൂമ്മയുടെ സെൽഫി ഞാൻ ഡിലീറ്റ് ചെയ്യടാ. കൊല്ലും ഞാൻ. എന്നോടാ പറഞ്ഞ ഡിലീറ്റ് ചെയ്യാൻ. ചെയ്യടാ. എന്താ കാണിക്കുന്നേ? ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത നീയല്ല, നിന്റെ അമ്പാടി മോഹന്റെ നെറ്റിയിലും ചൂണ്ടും ഞാൻ ഒരു ദിവസം. പക്ഷെ അത് പൊട്ടിക്കാനായിരിക്കും കേട്ടടാ. TC, ഓ, നമുക്ക് ഈ രാജ്യത്ത് റൂമില്ലേടോ? പിന്നെ അതല്ല നമ്മുടെ റൂം. വാ നാടോ. എന്താ ഇത്? പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. വളരെ നോർമല. നമ്മളെ വിളിച്ച് പറയണോ? ഏതായാലും അവന്മാർ വിളിക്കുമല്ലോ. അവന്മാർ ഈ പാർട്ടി ചാനലുകാരെ മാത്രമല്ലേ വിളിക്കൂ. എക്സ്ക്ലൂസീവ് അതുപോരാ. അത് മാത്രമായി ആളുകൾ വിശ്വസിക്കൂല. ഈ വിളിക്കടോ, എല്ലാരും വരട്ടെ. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മാത്രം മതി. പറയാനുള്ളതൊക്കെ സഖാക്കന്മാര് പറഞ്ഞോളൂ. ഈ വിളിക്ക്. മീഡിയ വിളിക്കട്ടെ സഖാവേ? വേണ്ട, അടിച്ച ചാവണം, ചതച്ചിട്ട് കാര്യമില്ല. അല്ല സഖാവേ, തോക്ക് ചൂണ്ടിയതൊരു സംഭവമല്ലേ? തെളിവൊന്നുമില്ലല്ലോ. ഒരു തുള്ളി ബോധമില്ല. ഭയങ്കര ഫിറ്റാ. അതവന്റെ അടവാ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. വിട്ടക്ക് അവന് പിടികൊടുക്കണ്ട. ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. കതറിട്ട് നടക്കുമ്പോൾ അതിന്റെ വിശുദ്ധി ഒന്ന് മാനിക്കണം. വെറുതെ കള്ളും കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക അപ്പുറത്തും ഇപ്പുറത്തുള്ള നാറുകൾ. ഭാഗ്യത്തിന് വേറെ ആരും കണ്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. മീഡിയക്കാരുടെ മേളമായിരിക്കും. ഒരാളുടെ നേരെ തോക്കു ചുണ്ടെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസാ. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു തുള്ളി കൈ കൊണ്ട് തൊട്ട് എന്റെ ശരിക്കുള്ള സ്വഭാവം ആയിരിക്കണോ പറഞ്ഞേക്കാം. തന്റെ അരയിലെന്താ? തോക്ക് അത് ലെഫ്റ്റിലല്ലേ?
റൈറ്റില് റൈറ്റ് സൈഡിലൊന്നുമില്ല. ഒന്നുമില്ലെന്ന്. പാരമ്പര്യം, വിശുദ്ധി. ഞാൻ പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ കുറച്ച് ഒതുക്കത്തിലടിക്കണം, അത്രേ ഉള്ളൂ. കഷ്ടം, നാണമില്ലടോ. അപ്പൊ അടിച്ചിട്ട് വന്നൊക്കെ വെറും ആക്ടിങ് ആയിരുന്നല്ലേ? ഇതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ട് പോയി വാലോർക്ക്. മീഡിയക്കാരാ. മീഡിയക്കാരാ? എന്താ? രാമനുണ്ണി വിളിക്കാം സാർ. മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. ദാ വരുന്നു. അയ്യോ, നാളെ പോയിട്ട് പറ്റില്ല. ചാനലൊരു ടോക്ക് ഷോ ഉണ്ട്. ഞാനും അമ്പാടി മോനും തമ്മിലാ. ഓൾക്കാണ് മോഡറേറ്റർ. അയ്യോ, അത് പറയാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. അല്ല, എന്താ എല്ലാവരും ഈ നേരത്ത്? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച ലക്ക് കേട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തൂക്കി ചൂണ്ടിയെന്ന്. മദ്യപിച്ച് കുറച്ചു മുമ്പ് ലക്ക് കിട്ടുന്നോ? എന്താണോ ഇതൊക്കെ? എന്താണാവോ? ഈ ബ്രത്ത് അനലൈസർ ഉണ്ടോ? പോലീസുകാർ ഊതിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അത് തന്നെ. അല്ലെങ്കിൽ വേണ്ട. ഞാൻ മദ്യപിച്ചുണ്ടോ? അപ്പൊ അത് തീർന്നു. അടുത്തത് തോക്ക് ചൂണ്ടൽ. ഞാൻ ആരുടെ നേരെ തോക്ക് ചൂണ്ടി എന്നാണ് പറയുന്നത്? ഞാൻ കേറി വരുമ്പോ ആ CDP പ്രവർത്തകരാണ് അവിടെ നിന്നിരുന്നത്. സഖാക്കളെ, ഞാൻ നിങ്ങളുടെ നേരെ തോക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ചൂണ്ടിയായിരുന്നോ? അയ്യോ ഇല്ല. കേട്ടല്ലോ. അല്ല, ഇൻഫോമർ ആരായിരുന്നു? അതൊരു അനോണിമസ് കോൾ ആയിരുന്നു. അപ്പൊ നമ്പർ കാണൂലോ, ഒന്ന് തിരിച്ചു വിളിച്ചേ. ഇതാ. മിക്ക ചാനലുകാരുണ്ട്, ഒരു ടെൻഷനും വേണ്ട. അതെ, ഒരു സെക്കൻഡ് ഒരു കോളേ. ഹലോ ഹലോ, അനോണിമസ് അല്ലേ? അനോണിമസ്? ആരുടെ അനോണിമസ്? ആരാണ് അയാൾ? ഉദയഭാനു സാറിന്റെ സഹായിയാ. ഇതിൽ ഉദയഭാനു സാറിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഭാനു സാർ അങ്ങനെ തോന്നണില്ല. എന്തായാലും അദ്ദേഹം അടുത്ത റൂമിലുണ്ടല്ലോ, നേരെ പോയി ചോദിച്ചോളൂ. എന്തായാലും ശരി, എന്നാ ഗുഡ് നൈറ്റ്. ശരി, കാണാം. ചെന്നോ, എല്ലാവരും അപ്പുറത്തോടെ ചെന്നോ, ചെന്ന് ചോദിച്ചോളൂ. ശരി. ഓ, സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്ത് മനസ്സിലായി? ഭാനു സാറിന് ഒരു ചീത്തപ്പേര് ഉറപ്പായി. അതെന്ത് പൂടാ. അമ്പാടി മോനൻ മുന്നിന്നെ വിട്ടു, ഭാനു പിന്നിന്നെ വിട്ടു. ഈസി, എന്റെ പിന്നിലെ കണ്ണ് ഇനി താനാ. ഗുരുവേ, ഇനി ഞാനാണ് ശിഷ്യ. ഇവന്മാരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുണ്ടല്ലേ? പോക്കറ്റിലും ഉണ്ട്, കുറച്ച് ബാങ്കിലും ഉണ്ട്. എടോ, നമുക്ക് ഓരോന്നൊഴിച്ചാലോ? നമ്മൾ ഓ, അപ്പൊ ഇനി മൊത്തത്തിൽ മാറുകയാണല്ലേ? ഒളിക്കും ഞാനിനി. ഹലോ സാർ, എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് കേസ് കേൾക്കില്ലേ? സാർ, ആ ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് നമ്മുടെ കേസിൽ സ്ക്വയർലി ആപ്ലിക്കബിൾ ആണ്. അതെ സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. അവിടെ ഇരിക്കണം. എണീക്കണ്ട. ഹായ് സർ, വരൂ. ഓ, അയ്യോ, എന്നെ കൊല്ലല്ലേ. സൂക്ഷിക്കണേ. എന്തിനാ? വെറുതെ ചുമ്മാ. എന്നാൽ നിലവിൽ രാമനുണ്ണിക്ക് പോലീസ് സംരക്ഷണം ഉള്ളതിനാൽ കമ്മീഷൻ അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ സുപ്രധാന വിധി. ശക്തമായ പോലീസ് സംരക്ഷണത്തിലും പ്രമുഖരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ബോംബെ ഹൈക്കോടതിയുടെ ഗോവിന്ദ് ഇലിയാസ് ബായ് ഗണേഷ് സിൽവെ വേഴ്സസ് വിക്രം കുമാർ എന്ന കേസിലെ വിധിന്യായം തന്റെ കാര്യത്തിലും പ്രസക്തമാണെന്ന രാമനുണ്ണിയുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഞാൻ ചെക്ക് ചെയ്യാൻ പറയാം.
താമസമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. രാജേഷേ, ഗസ്റ്റ് റൂമിൽ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന്. എന്താ അവിടെ? വീട്ടിലെ ചോരമ്മൽ ഇനി സ്ഥലമുണ്ടല്ലോ. ചിരിക്കുന്നൊരു ഫോട്ടോ എടുത്തു വെച്ചേക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി. രാമനുണ്ണി വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിലോ മൊബൈലിലോ വന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. എന്താ എന്താ രാമനുണ്ണി പ്രശ്നം? ഒന്നുമില്ല, ചെറിയൊരു കുടുംബ വഴക്ക്. മോഹൻലാലിലേക്ക് വേണ്ട, നമുക്ക് രാമനുണ്ണി വെച്ച് പ്രോഗ്രാം ചെയ്യാം. ഇനി അത് വേണ്ട. എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ എൻ്റെ നാട്ടുകാരോട് നേരിട്ട് പറയാം, എന്നിട്ട് വരാം. ശിവ, അല്ല, അകത്ത് എന്താ ഉണ്ടായേ? അത് നീ അറിയാറാകുമ്പോ പറയാം. ഇപ്പൊ നീ എന്റെ പ്രോഗ്രാംസ് നോട്ട് ചെയ്യും. ആയിക്കരയിലെ ബുധനാഴ്ച എന്റെ ഫസ്റ്റ് പബ്ലിക് മീറ്റിംഗ് വിത്ത് സ്ട്രോങ് പോലീസ് പ്രൊട്ടക്ഷൻ. സ്റ്റേജിൽ ഞാനും താനും ഉദയഭാനും മാത്രം. അല്ല, ഭാനു സാറ്? ഉദയഭാനു വരും. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക്. അമ്മ കേറ്റു? എന്റെ അമ്മയാണ്. അതൊക്കെ അല്ല, CDP-ക്കാർ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ? ഈ പാർട്ടിക്കുള്ളൂടെ ആൾക്കാരെ അതുണ്ട്. അല്ല, ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ അതൊക്കെ നോക്കാനാണ് പോലീസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ മേലാൽ ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്. മനസ്സിലായോ? വാ. പുല്ലിമടയിലാണല്ലോ ഒന്ന് പെട്ടത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക എന്നതും ഉറപ്പായി. ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനനായിരിക്കും രാമനുണ്ണിയുടെ എതിരാളിയെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ഇലക്ഷനില് നമ്മ വലിപ്പിക്കുമെന്നുള്ളത് സാഗറിന് നന്നായിട്ട് അറിയാം. രാമനുണ്ണി തോറ്റാലും അയാൾക്കൊന്നുമില്ല, എന്നെ വെട്ടാനൊരു വാള്, അത്രേ ഉള്ളൂ അയാൾക്ക്. രാമനുണ്ണി വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോപി തൊടിയിക്കാൻ. നാളത്തെ സമ്മേളനം അപ്പോ നമ്മ ആളെ കൂട്ടിയില്ലെങ്കിലും നാളെ ആള് കൂടും. ഏതായാലും അനൗൺസ്മെന്റും പോസ്റ്ററും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൊഴുക്കട്ടെ. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഈ യോഗം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. അതുകൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒറ്റയൊരുത്തനും രാമനുണ്ണിക്ക് നേരെ ചീറാനോ തുപ്പാനോ തോണ്ടാനോ പാടില്ല. പോളിംഗ് കഴിയുന്നത് വരെ. ആളുകൾ ചിലപ്പോൾ എമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും അനുസരിക്കണം. അതാണ് അണി. ഓന്റെ സമ്മേളനത്തിന് നമ്മുടെ ഒരാളും കച്ചറ ഉണ്ടാക്കരുത്. മനസ്സിലായോ? അല്ല, സഖാവിന്റെ പേരെപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓന്റെ സമ്മേളനം കഴിഞ്ഞിട്ട്. ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് ചെമ്പാറ മൈതാനിയിലെ പടുകൂറ്റൻ സ്റ്റേഡിയത്തിൽ ഏറനാട് സ്റ്റാലിയൻസും തലശ്ശേരി ബ്ലോക്ക് ബസ്റ്റേഴ്സും. എന്നാടോ ഇതിന്റെ ഫൈനല്? ഈ 16-ന്. അന്നല്ലേ നോമിനേഷൻ വിഡ്രോ ചെയ്യാനുള്ള ലാസ്റ്റ് ദിവസം. അതെ. അപ്പൊ കളി കാണാം. നമ്മള് ഒന്ന് രാജിവെച്ച വേണ്ട, രാജിവെക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചാ മതി, ഉടനെ പിടിച്ച് പുറത്താക്കും. അതാണല്ലോ ഈ CDP-ന്റെ രീതി. നിങ്ങൾക്കറിയാല, ഇപ്പൊ തന്നെ സ്വന്തം MLA സ്ഥാനം പോലും പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഇറങ്ങിപ്പോന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ കാര്യം? CDP-ന്റെ വികലമായ രാഷ്ട്രീയ നയങ്ങൾ സഹിക്കാൻ വയ്യാത്തോണ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ധീരത, ആ ആദർശ ശുദ്ധി, അതാണ് രാമനുണ്ണിയെ NSPക്ക് സ്വീകാര്യനാക്കിയ. ഞാനിപ്പോ എന്തിനൊക്കെ കൂടുതൽ പറയുന്നത്? ഇനി രാമനുണ്ണി നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്. ഇന്നിപ്പോൾ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും അവരാണല്ലോ. ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോൾ തോമസ് ചാക്കോ പറഞ്ഞു, തനിക്കിവിടെ വലിയ ജനസമ്മതിയാണല്ലോ. എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ശരിയല്ലേ? എനിക്കൊരു പേരിട്ടത് എൻ്റെ മുത്തച്ഛനാണ്, രാമനുണ്ണി.
ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ പേര് വർഗവഞ്ചകൻ. ഇതിപ്പോ രാമൻ, കൃഷ്ണൻ, ബാബു, വർഗീസ്, മുഹമ്മദ്, ശശി, ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല. വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ വിളിക്കും, മോനെ വർഗവഞ്ചക, കഞ്ഞികാലായി വന്ന് കുടിക്കാന്ന്. അമ്മമാരെന്ത് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖ അല്ലേ? എന്താണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം? പുറത്ത് പറഞ്ഞ് പുകിലാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഒന്നും ഈ പത്രക്കാരോട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ വർഗവഞ്ചകനായതുകൊണ്ട് പറയാലോ. പശുവിന്റെ അകിട്ടില് ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടയോ? തല്ലണം. കാരണം നോക്കി തല്ലണം. വീടില്ലാത്ത 1000-ഓളം പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 10 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമി ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തതാണ്. ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ വർഗവഞ്ചന. തിണ്ടിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കൊടുത്തത് ഘനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്. മാക്സിമം സഹാക്കളെ കൂട്ടണം. പ്രകടനം വിടുന്ന പുറപ്പെടുന്നത്. ഇവിടെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണോ ഭാര്യയെ? താൻ കിടന്നോ, ഞാൻ വന്നോളാം. ഓക്കെ. നമ്മുടെ വീടിന്റെ മുമ്പില് പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ചു പേരുണ്ടാവും. ഈ പാനു സാർ വിചാരിക്കാതെ ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് പുറകിലുണ്ടല്ലോ. പകല് പോയാൽ മതിയായിരുന്നു. അല്ല, പേടിക്കാനൊന്നുമില്ല. പോലീസുകാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്. അതുകൊണ്ട് പേടിക്കണം. നിക്ക്, ഒരു CDP ഏരിയ കമ്മിറ്റി മെമ്പറുടെ വീടല്ലേ? ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷനൊക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലിയല്ലേ. സോറി. അമ്മയുടെ അകിട്ടിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരൊറ്റ ഒരുത്തൻ ഈ പടി ചവിട്ടി പോരുത്. കേറി വേണം. ചെല്ല്. അപ്പൊ ശരി, രാവിലെ ഗസ്റ്റ് ഹൗസിൽ കാണാം. വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ പോവാം. വാ. അപ്പൊ ഇന്ന് ഇവിടെയാണോ താമസം? ഇന്ന് മാത്രമല്ല, ഇനി എന്നും. ടീച്ചർ വാ, ഒരു കഞ്ഞി കുടിക്കാം. ആ, കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിക്കാൻ തന്നെയാണോ? നമസ്കാരം. ഇവനെന്താടാ ഇവിടെ? ഞാൻ സെക്രട്ടറി ആണമ്മേ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. സെക്രട്ടറി യൂത്ത് വിങ് ഒക്കെ പുറത്ത്. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. TC, താൻ പുറത്ത് വെയിറ്റ് ചെയ്യ്, പറഞ്ഞിട്ട് പോവാം. സഖാവേ. എന്നാ വേണ്ട, നല്ല വിശപ്പുണ്ട്. ദാ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗം TV-യിൽ അമ്മ കാണുന്നും ഇങ്ങോട്ട് വരുമ്പോ അച്ചിങ്ങ മെഴുക്കുവരട്ടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന എനിക്കറിയായിരുന്നു. എത്ര വേഗം പഠിച്ചു അമ്മമാരുടെ മെഴുക്ക് പുരട്ടിയ പൈങ്കിളി വാചകങ്ങള്. പൈങ്കിളി കാണിക്കാം, പറയരുത്. മുലകൂടി മാറി മിണ്ടാൻ തുടങ്ങിയപ്പോൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്.
ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല. അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്. വിശദീകരിച്ചും തന്നു നിന്റെ അച്ഛൻ. നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്നേ തുടങ്ങട്ടേന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം. എന്തൊക്കെയായിരുന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. GDP CDP-ക്കാരാ അവരൊരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ഇങ്ങോട്ടാ, ആ അലമാരയിൽ ടോർച്ചുണ്ട്, അതിങ്ങെടുക്ക്. ഇത്രയും ബന്ധമുള്ളപ്പോ ഇതിനാ ടോർച്ച്? രാമണി, അതെ ബാലുസാറിനോട് പറഞ്ഞിട്ട് കുറച്ചു പേരോട് വരാൻ പറഞ്ഞാലോ? എന്താ സഖാവേ? നിന്റെ അമ്മ ചതിച്ചു. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിൽ മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി രാഘവൻ.
നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. ലാൽ സലാം. എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയാൽ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? അയ്യോ, ബാനു സാർ ഉഴപ്പൊന്നല്ല. NSPയുടെ മുഴുവൻ വോട്ടും ബാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനുണ്ണി, മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചിൽ കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ആ ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിയൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പം ഞാൻ റെഡിയായിരിക്കാം. പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിക് നവറുകൾ. ഞങ്ങളുടെ സീറ്റ് പോലീസുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നു. പോലീസുകാരോ? എവിടെ ആ ചാട്ടം എടുത്തേ? എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DYSP പോൾസൺ സാറ് പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എടോ, അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെ? ചേട്ടാ വാ. 2 ദിവസമുണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയി. ഫുട്ബോളിന്റെ ആവേശക്കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് നമ്മുടെ. ചേട്ടാ, നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യമാണ്. ആദ്യത്തെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാർ. ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ല. അതൊന്നും സാരമില്ല. അയ്യോ സാരമില്ല. അതൊന്നും കുഴപ്പമില്ല. ശരിയാവില്ല. വേണ്ട. ചേട്ടാ വാ ചേട്ടാ, 10 മിനിറ്റ് മതി. തന്നെ ചിലപ്പോൾ കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല. പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നതല്ലേ? ആയിക്കോട്ടെ, പിടിച്ചേക്കണേ. കഴിഞ്ഞ വർഷം നമ്മളെ ഹലോ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കും. തോക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ ഞാൻ ഇരുന്നാൽ മതിയായിരുന്നു. തോന്നുന്നല്ല, ആർപ്പുവിളികളാ സത്യം.